I know there's a football team, Kerala Blasters. Yeah, Kerala Blasters. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നും ഗോവയിൽ തന്നെയാണുള്ളത്, അതായത് മഡ്ഗാവിൽ. കഴിഞ്ഞ എപ്പിസോഡിലെ വീഡിയോയിൽ നമ്മൾ പാലോളിൽ നിന്ന് മഡ്ഗാവിൽ വന്നായിരുന്നു. ഇന്നലെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് രാവിലെ മഡ്ഗാവ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ പഞ്ചിമിലേക്ക് പോവുകയാണ്. പഞ്ചിമിൽ 1-2 ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടൊക്കെ കാണണം, പിന്നെ അവിടെ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണണം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ നിന്ന് മഡ്ഗാവിൽ നിന്ന് പഞ്ചിമിലേക്ക് പോകുന്ന ഇലക്ട്രിക് ബസ്സുകളാണ്. ഫുള്ള് 100% ഇലക്ട്രിക് ബസ്സുകളാണ്. ഫുൾ AC. ഇവിടെ നിന്ന് മഡ്ഗാവിൽ നിന്ന് കറാച്ചി വരെ 50 രൂപ. അങ്ങനെ നമ്മൾ മഡ്ഗാവിൽ നിന്ന് പഞ്ചിം എത്തി കേട്ടോ, ക്യാപിറ്റൽ ഓഫ് ഗോവ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് റെയ്സ് മാഗോസ് എന്ന് പറഞ്ഞൊരു ഫോർട്ടുണ്ട്. 1400കളിൽ പണിതൊരു ഫോർട്ടാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഇപ്പോഴും സമയം 8 മണി ആയതേ ഉള്ളൂ. 9:30 ഇവിടെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴേ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു പോർച്ചുഗീസ് കോളനി ഉണ്ട്. ഇവിടെ നടന്നു പോകാന്നുള്ളതാണ്. ഒരു 900 മീറ്റർ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കാപ്പി കുടിക്കണം. ഈ പോർച്ചുഗീസ് കോളനിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാപ്പി കുടിച്ചു. പഞ്ചിം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് 1.9 കിലോമീറ്റർ കണ്ട കാണിക്കും. പക്ഷേ നമ്മൾ വാക്കിംഗ് ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 900 മീറ്ററേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാനൊരു 300 മീറ്ററിങ്ങ് മാറി. ഇവിടുത്തെ കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ നല്ല കിട്ടിലൊരു പാലം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പാലം കഴിഞ്ഞിട്ട് ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആ പ്രദേശമായിരിക്കണം ഈ പറഞ്ഞ പോർച്ചുഗീസ് കോളനി എന്ന് പറയുന്നത്. ഈ പാലം ഇതിൻ്റെ ചുറ്റുപാട് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ. മനോഹരമായ സ്ഥലമാണ്. നമ്മളവിടെ നിന്ന് പാലം ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേ തന്നെ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. അതുകൊണ്ട് ആ സൈഡിനൊക്കെയുള്ള ബിൽഡിങ് അതൊക്കെ പോർച്ചുഗീസ് ബിൽഡിങ്ങുകളാണ്. ഇതൊരു റെസ്റ്റോറൻ്റായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര വ്യത്യസ്തതയാണ്. ഇതുണ്ട് നല്ല വലിയൊരു പേനി, നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ സോളമൻ സൗസ. നേരത്തെ കണ്ട പിക്ചറും പുള്ളിയാണ് വരച്ചത്. അടിയിൽ എഴുതിയിട്ടുണ്ട് സോളമൻ സൗസ. ഇതുണ്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, ഒരു യൂറോപ്യൻ ടച്ചില്ലേ. നമ്മൾ ആദ്യം കണ്ടിട്ട് റെസ്റ്റോറൻ്റ് ഇല്ലേ, ആ പോർച്ചുഗീസ് ബിൽഡിങ്ങിൽ. അപ്പം അവിടുത്തെ ഒരു ജീവനക്കാരുടെ ചോദിച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടെ കയറിയിട്ട് ഗള്ളികളുടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട്. ഈ ഗള്ളിയിലോട്ട് കയറിയാലോ. ഓ ഇത് നൈസാ നോക്കി. നമ്മൾ ഏതാ യൂറോപ്യൻ രാജ്യത്തൊക്കെ എത്തിയ പോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഇവിടെ വേറൊരു വീട്. ഫ്രണ്ടിൽ തന്നെ നല്ല കുറേ ചെടികൾ നട്ടു വളർത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഗോവയിൽ വന്നിട്ട് ഇതൊക്കെയാണ് കാണേണ്ടത് കേട്ടോ. ബീച്ച് ടൂറിസം അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിക്കും. പക്ഷേ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഇത് കണ്ടോ എന്ത് രസമോ നോക്കിയ, അടിപൊളി കേട്ടോ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പോർച്ചുഗീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാൽക്കണി എപ്പോഴും പുറത്തോട്ടായിരിക്കും തള്ളിയിരിക്കുന്നത്. അതേപോലെ തടി കൊണ്ടുള്ള ഡോറുകളും മറ്റേ ഓട് പാകിയ മേൽക്കൂരയൊക്കെ ആയിരിക്കും. അവരുടെ കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര കേട്ടോ. എല്ലാം നല്ല അടിച്ച കളറുകളാണ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. Good morning. Yeah, good name? Yes. Adelino Gurjao. Sorry? Adelino Gurjao. Adelino. Gurjao. Okay. Gurjao. Portuguese? Portuguese. Okay, nice to meet you. Okay. Thank you. Good morning. Morning. You are from there? I'm from Kerala. Kerala. Kerala, yeah. Trivandrum. Trivandrum, yeah. I know there's a football team, Kerala Blasters. Yeah, Kerala Blasters. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനാണ് കേട്ടോ. Okay. ഓക്കെ, അതന്നെ. എന്ത് രസമാണ് നോക്കി. സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ. ചാപ്പൽ എന്നാണോ പറയുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇവിടെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു വീട്.
അപ്പോൾ ഞാൻ അവിടെ അവരുടെ ഓണർ ഉണ്ടായിരുന്നു, പെർമിഷൻ ചോദിച്ചു ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറിക്കോട്ടെ. അപ്പോൾ അവർ ഏതാണ്ട് പെയിൻറ്റിങ്ങിന് ആൾ വന്നു. അപ്പോൾ ഫർണിച്ചറുകളെല്ലാം താറുമാറാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് തൽക്കാലം സോറി പറഞ്ഞു. എൻ്റെ പെയിൻറ്റിങ്ങിന് ആൾ വന്നു, അപ്പോൾ കണ്ടാൽ അറിയാം. ഓ കിട്ടില്ലൊരു വിട കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഒരു നിറച്ച് പൂക്കളൊക്കെ ഉള്ളൊരു കള്ളി കേട്ടോ, നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു കള്ളി, അടിപൊളി കേട്ടോ. ഗേറ്റുകളൊക്കെ ഉണ്ട്, ഓരോ സംഭവങ്ങൾ കേട്ടോ, ഓരോ നിസ്സാര സംഭവങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ ഭയങ്കര വ്യത്യസ്തയും നല്ല അടിപൊളിയാണ്. ഞാൻ കുറേ ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വീടുകൾ മാത്രമല്ല, ഇതിനകത്ത് ഗസ്റ്റ് ഹൗസുകളുണ്ട്, ദന്തർ ക്ലിനിക്കുകളുണ്ട്, അഡ്വക്കേറ്റിൻ്റെയൊക്കെ ഓഫീസുണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. വേറെ വീടുകൾ മാത്രമല്ല കേട്ടോ. ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം കണ്ടോ, അടിപൊളി അല്ലേ. ഇത് കണ്ട ഒരു ബാറാണ്, പഴയ ഒരു ബിൽഡിംഗ്. ഇത് പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാറായിരിക്കാൻ തോന്നുന്നു. ഒരു മെയിൻ്റെനൻസും ചെയ്തിട്ടില്ല, ഒരു പെയിൻറ്റ് പോലും അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടത്ത് ചെറിയ കളിയാണ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലം നമ്മൾ പുറത്തിറങ്ങിയാണ്. ഇനി നമുക്ക് ആ ഫോർട്ടിലോട്ട് പോകണം. നമ്മളിനി അടുത്ത് പോകുന്നത് ഈ പനാജിയിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരെയുള്ള റെയ്സ് മാഗോസ് എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്കാണ്. അതായത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ഫോർട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗോവൻ സീരീസിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും സൈനിങ് ഔട്ട്.